ഹായ് ഓൾ, നമസ്കാരം. പരാന്ത റേസിൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുബിൻ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റീസണിങ്ങിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അതായത് ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ബാങ്ക് എക്സാമിനെ സംബന്ധിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഏതിൻ്റെ ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്. കൂടാതെ തന്നെ ഇത് പസിൽസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ ബ്ലഡ് റിലേഷൻ്റെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിപ്പോൾ ബ്ലഡ് റിലേഷൻ എന്താണ്, ഏത് രീതിയിൽ ചോദിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സാധിക്കുന്നതാണ്. അപ്പം ഏതായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ബ്ലഡ് റിലേഷൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബ്ലഡ് റിലേഷൻ എന്നുള്ളത്. അപ്പം ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ഫാമിലി റിലേഷൻഷിപ്പിന് വേണം എന്ത് ചെയ്യാൻ പ്രാധാന്യം കൊടുക്കാം കേട്ടോ. അവിടെ എന്താണ്, ഫാമിലി റിലേഷൻഷിപ്പിന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പ്രാധാന്യം കൊടുക്കുവാനായിട്ട്. ഫാമിലി റിലേഷൻഷിപ്പിന് വേണം പ്രാധാന്യം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അവിടെ നമ്മുടെ തലമുറയിൽ നമ്മൾ സിബ്ലിങ്സ് ഉണ്ട്, കസിൻസ് കാര്യങ്ങളുണ്ട്. തൊട്ട് മേലത്തെ തലമുറയിൽ പേരൻസ് ഉണ്ട്. പേരൻസിനും എന്തുണ്ട്, സിബ്ലിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് മേലത്തെ തലമുറ പേരൻസിൻ്റെ പേരൻസ് കാര്യങ്ങളൊക്കെയാണുള്ളത്. ഓക്കെ ആണല്ലോ, അതിൻ്റെ മേലിലുണ്ട്. അപ്പം നമ്മളിങ്ങനെ മേലോട്ട് കൂടി പോകും. പിന്നെ അതേപോലെ താഴെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ തലമുറയുടെ തൊട്ട് താഴെ നമ്മുടെ ചിൽഡ്രനും കാര്യങ്ങളുമാണ്. അതിൻ്റെ തൊട്ട് താഴെ ഗ്രാൻഡ് ചിൽഡ്രൻ, അതിൻ്റെയും താഴെ വരുമ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ. ആ ഒരു ഫോമിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫാമിലിയുമായിട്ട്, നമ്മളെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചും പിന്നെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മാരീഡ് കപ്പിൾസിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടെ എന്തില്ല, ബ്ലഡ് റിലേഷൻ ഇല്ല. ബ്ലഡ് റിലേഷൻ ഇല്ല. പക്ഷേ അതെന്താണ്, ഫാമിലി റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ക്ലാസ്സിൽ ഓരോ ക്വസ്റ്റ്യൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് ഞാൻ പറയുന്നതാണ്. ഈ ഒരു സ്ലൈഡിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. നമുക്ക് സാധാരണഗതിയിൽ ബ്ലഡ് റിലേഷൻ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വെച്ചാൽ, ഒന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്ട്, ഡയലോഗ് ഓർ കോൺവെർസേഷൻ ബേസ്ഡ്. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഡയലോഗ് അല്ലെങ്കിൽ ഓർ കോൺവെർസേഷൻ ബേസ്ഡ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പോയിന്റിങ് ടു എ പേഴ്സൺ എന്ന് പറയുന്ന ഒരു കേസിലൂടെ, പോയിന്റിങ് ടു എ പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു രീതിയാണ്, അല്ലെങ്കിൽ അതിനകത്ത് ചോദിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ പസിൽസ് ബേസ്ഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കോഡിങ് ഡീകോഡിങ് ബേസ് ചെയ്തിട്ടെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ പോയിന്റിങ് ടു എ പേഴ്സൺ, ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളിലേക്ക് ആദ്യം തന്നെ പറയാം, മനസ്സിലാക്കി വെക്കുക. നമ്മൾ പോയിന്റിങ് ടു എ പേഴ്സൺ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് കൂട്ടത്തിൽ ഉള്ള ഒരാളെ ചൂണ്ടിക്കാണിക്കാം, അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിലുള്ള ആളുകളെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഒരു കൂട്ടത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ആ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ മകനാണെന്ന് പറയാം. പറയുമ്പോൾ അതാരാണ്, എൻ്റെ സഹോദരനാണല്ലേ. ഇനി ഞാൻ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് കാണിച്ചിട്ട് പറയാണ്, നോക്കി ഇത് എൻ്റെ അച്ഛൻ്റെ മോനാണെന്ന് പറഞ്ഞാൽ അതാരാണ്, ഞാനുമാകാം എൻ്റെ സഹോദരനുമാകാം. ഓക്കെ ആണല്ലോ. ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞു, ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചിട്ട് ഇതെൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകനാണെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഫോട്ടോ തന്നെ വരും. ഓക്കെ ആണല്ലോ. അല്ലാത്ത പക്ഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് മിക്കവാറും വരും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കൺഫ്യൂഷനും കാര്യങ്ങളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ എങ്ങനെ കാണാം, ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതും കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മറക്കണ്ട, പോയിന്റിങ് ടു എ പേഴ്സൺ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാവരും പേപ്പറും പേനയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരുന്നു. ചോദ്യം വരും, ഉത്തരം പറയുക, നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. നോക്കിയേ, pointing to a man, a woman said, his mother is the only daughter of my mother. ഓക്കെ ആണല്ലോ, ഹിസ് മദർ. അപ്പം നോക്കിയേ, പോയിന്റിങ് ടു എ പേഴ്സൺ ആണ് ഹിസ് മദർ. ആ മാൻ, ആ വ്യക്തിയുടെ അമ്മ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലേഡി അല്ലെങ്കിൽ ഈ വുമൺ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ചൂണ്ടിക്കാണിച്ച വ്യക്തിയെ ഡയറക്റ്റായിട്ടല്ല പറയുന്നത്. എന്താണ്, ഹിസ് മദർ, ആ വ്യക്തിയുടെ മദർ എന്നാണ്. അപ്പം നോക്കി, ആ മാനിനെ നമ്മൾ ഇവിടെ എത്തി, അതിന് തൊട്ട് മേലിലേക്ക് മൈനസ് ഇട്ട് മദർ. അപ്പോൾ ഇവിടെ മൈനസ് എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ ഒരു ഫീമെയിലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മൈനസ് ഇടുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ? അപ്പോൾ ഹിസ് മദർ, ആ വ്യക്തിയുടെ മദർ ആരാണെന്ന് പറയാൻ പോവുകയാണ്.
നോക്കിയേ, ദി ഒൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ആ വുമൺ പറയുകയാണ് എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. ആ വുമൺ പറയുന്നതായതുകൊണ്ട് ആ വുമൺ പറയുന്നുണ്ട്, വുമൺ എന്താ പറയുന്നത്? അവരുടെ അമ്മയുടെ ഒരേ ഒരു മകൾ അതാരാണ്? ആ വുമൺ തന്നെയാണ്. അപ്പൊ നോക്കിയേ, ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയും എന്താണ്? ഒരേ ആളാണ്. ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയും ഒരേ ആളാണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ചേർത്ത് വെക്കാൻ പോവാണ്. നോക്കിയേ, ഇതിനെ ഇങ്ങനെ നമുക്ക് കിട്ടും. മാൻ ആകുമ്പോൾ ഇതെന്തായിരിക്കും? പ്ലസ് ആകും. മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഇതേ രീതിയിൽ ഇതിപ്പോൾ ഒരാളെ ഡയറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച വ്യക്തിയെയും അല്ല, ആ വ്യക്തിയുടെ അമ്മ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടായിട്ട് ചെയ്തിട്ട് ഒരുമിച്ചാക്കുന്നതാണ് തെറ്റാതിരിക്കാൻ വളരെ എളുപ്പം. നിങ്ങൾ മിക്ക ആളുകളും ഒരുമിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അത് നല്ലതാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി ചോദ്യം എന്താണ്? ഹൗ ദ വുമൺ റിലേറ്റഡ് ടു മാന്. അപ്പം നോക്കി, ആ വ്യക്തിയുടെ ആരാണ് ആ വുമണ്? അമ്മയാണല്ലേ. ആരാണ്? മദർ ആണ്. ഓക്കെ ആണല്ലോ? മദർ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? ഓക്കെ ആണോ? ഒന്നുകൂടെ ചിന്തിച്ച് നോക്കി, അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കി. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പോയിന്റിങ് ടു എ പേഴ്സൺ എന്ന് പറഞ്ഞു, ഹിസ് മദറിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു അല്ലേ. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പോയിന്റിങ് ടു എ മാൻ, എ മദർ സെഡ് ഹിസ് മദർ ഈസ് ദ ഡോട്ടർ ഓഫ് മൈ മദേഴ്സ് ഒൺലി ഡോട്ടർ. ശ്രദ്ധിച്ച് നോക്കിയേ, ഹിസ് മദർ. ഇവിടെയും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിസ് മദർ, ആ വ്യക്തിയുടെ അമ്മ. അതായത് പോയിന്റിങ് ടു എ മാൻ ആണ്. ആ മാൻ, ആ മനുഷ്യന്റെ അമ്മ എന്ന് പറയുന്നവര് ആരാണ്? ദ ഡോട്ടർ ഓഫ് മൈ മദേഴ്സ് ഒൺലി ഡോട്ടർ. ദ ഡോട്ടർ ഓഫ് മൈ മദേഴ്സ് ഒൺലി ഡോട്ടർ. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളുടെ മകളാണ്. ഓക്കെ ആണല്ലോ? എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളുടെ മകളാണ് ആരെന്ന് പറയുന്നത് ഇത്. അപ്പൊ നോക്കിയേ, ആ വുമണിൻ്റെ അമ്മ ആയല്ലോ. ഇനി അമ്മയുടെ ഒരേ ഒരു മകൾ. ഓക്കെ ആണല്ലോ? ഇവരുടെ മകളാണ് ആര്? ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി. ഇവരുടെ മകളാണ് ആര്? ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി. അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ വ്യക്തിയും എന്തായിട്ട് മാറി? സെയിം ആളായിട്ട് മാറി. നോക്കിയേ, ഹിസ് മദർ, ആ മനുഷ്യന്റെ അമ്മ എന്ന് പറയുന്നത് ആ വുമണിന്റെ അമ്മയുടെ ഒരേ ഒരു മകളുടെ മകളാണ്. അപ്പൊ ഇതിന് നേരെ താഴെ എന്തായിട്ട് മാറി? മാൻ ആയിട്ട് മാറി. പ്ലസ് ഇനി എന്ത് വന്നു? ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു വുമൺ. ആ വ്യക്തി, ആ ഒരു മാൻ ഈ യുവതിയുടെ ആരാണ്? യുവതിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ യുവതിയിലേക്ക് നോക്കിയേ, ഇതാരാണ്? ഗ്രാൻഡ് സൺ ആണല്ലേ. ആരാണ്? ഗ്രാൻഡ് സൺ. മറ്റൊരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ പറയാം. നോക്കിയേ, ഇത് ഗ്രാൻഡ് സൺ എന്ന് നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ നോക്കിയേ, ഈ ഗ്രാൻഡ്, ഗ്രേറ്റ് ഗ്രാൻഡ് ഒക്കെ എങ്ങനെ കൊടുക്കുന്നു എന്നൊന്ന് നോക്കാം. ഈ ഗ്രാൻഡ്, ഗ്രേറ്റ് ഗ്രാൻഡ് ഒക്കെ എങ്ങനെ കൊടുക്കുന്നു എന്ന് നോക്കാം. നോക്കിയേ, ഇവിടുന്ന് താഴോട്ട് പറയുമ്പോൾ എന്താണ്? മകൻ അല്ലെങ്കിൽ മകൾ എന്ന രീതിയിലേക്ക് പറയും. അപ്പോൾ ഇവിടെ മെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്തായിട്ട് എടുക്കാം? സൺ എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? സണ്ണാണ്. ഇനി ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ഇടയ്ക്ക് എത്ര തലമുറയുണ്ട്? ഒരു തലമുറയില്ലേ? ഈ വുമനെ സംബന്ധിച്ചിട്ട് പറയുന്നു, ഈ മാനിനെ സംബന്ധിച്ചിട്ട് പറയുന്നു. ഇവരുടെ ഇടയിൽ എത്ര തലമുറയുണ്ട്? ഒരു തലമുറയില്ലേ? ആ ഒരു തലമുറ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കുക? ഗ്രാൻഡ് എന്ന് കൊടുക്കുക. റിലേഷൻഷിപ്പ് നെയിം ഏതാണോ അതിന് പ്രിഫിക്സ് ആയിട്ട് എന്ത് കൊടുക്കുക? ഗ്രാൻഡ് എന്ന് കൊടുക്കുക. ഗ്രാൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ, ആ ഒരു കാര്യം. അപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് നെയിമിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ എത്ര തലമുറ ഇടയ്ക്ക് വരുന്നോ? ഒരു തലമുറയാണെങ്കിൽ റിലേഷൻഷിപ്പ് നെയിമിൻ്റെ ഫ്രണ്ടിൽ എന്ത് കൊടുക്കുക? ഗ്രാൻഡ് കൊടുക്കുക. ഇനി നമ്മൾ പറയുന്ന 2 തലമുറയാണ് ബിറ്റ്വീൻ വരുന്നതെങ്കിൽ റിലേഷൻഷിപ്പ് നെയിം ആയതാണോ അതിൻ്റെ തൊട്ട് മുമ്പിൽ എന്ത് കൊടുക്കുക? ഗ്രേറ്റ് ഗ്രാൻഡ് കൊടുക്കുക. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ, ഈ ഒരു കാര്യം മറക്കരുത്. ഇത് വളരെ ലളിതമായിട്ട് മാത്രമേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാവുള്ളൂ? ചിന്തിക്കാവുള്ളൂ. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. പോയിന്റിങ് ടു എ മാൻ,
ഇൻ ദ ഫോട്ടോഗ്രാഫ് എ വുമൺ സെഡ്. ഒരു ഫോട്ടോഗ്രാഫിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഹി ഈസ് ദ ഒൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി ഈസ് ദി ഒൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ. അപ്പോൾ അവിടെ ആരാ പറയുന്നത്? ഒരു വുമൺ ആണ് പറയുന്നത്. ഇവിടുത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഹി എന്ന് പറഞ്ഞ് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇവിടെ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. നമ്മൾ നേരത്തെ ആയിരുന്നു ഹിസ് മദർ എന്നോ അല്ലെങ്കിൽ ഹിസ് മദർ എന്നുള്ള കാര്യം രണ്ട് രീതിയിൽ വന്നത്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇനി അതിൻ്റെ ആവശ്യതയില്ല. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുക. എന്താണ്? മൈ മദർ, ആ വുമണിൻ്റെ മദറിൻ്റെ ഫാദർ. ഈ ഫാദറിൻ്റെ ആരാണ്? ഒരേ ഒരു മകനാണ്. ഈ ഫാദറിൻ്റെ ആരായിട്ട് വരും? ഒരേ ഒരു മകനായിട്ട് വരും. അപ്പോൾ ഇതാണ് ആ വ്യക്തി എന്ന് പറയുന്ന മനുഷ്യൻ. ഇതാണ് ആര്? ആ മാൻ എന്ന് പറയുന്ന ആൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് നോക്കിയേ. ഹൗ ഈസ് ദ വുമൺ റിലേറ്റഡ് ടു ദ മാൻ? ആ വുമൺ റിലേറ്റഡ് ടു ദ മാൻ. അപ്പോൾ ആ വുമൺ, ആ ഒരു സ്ത്രീ, ആ മനുഷ്യൻ്റെ ആരാണ്? നോക്കിയേ, മനുഷ്യൻ്റെ ആരായിട്ട് വരും? ആ സഹോദരിയുടെ പുത്രിയാണല്ലേ? സഹോദരിയുടെ പുത്രി ആരാണ്? നീസാണ്. സഹോദരിയുടെ പുത്രി ഏതാണ്? നീസ്. അപ്പൊ നോക്കിയേ, ആരാണ് നീസ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാ സിബ്ലിംഗ് ആരാണോ ആ സിബ്ലിങ്ങിന്റെ ഡോട്ടർ ആണ് ആരെന്ന് പറയുന്നത്? നീസ്. ഇപ്പൊ സഹോദരനോ സഹോദരിയോ ആരോ ആയിക്കോട്ടെ, ആ സഹോദരന്റെ ആവാം സഹോദരിയുടെ ആകാം, അവരുടെ മകൾ എന്ന് പറയുന്ന ആൾ എപ്പോഴും എന്താണ്? നീസാണ്. ഇനി സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുടെ മകൻ എന്ന് പറയുന്ന ആൾ എപ്പോഴും ആരാണ്? നെഫ്യൂ ആണ്. ഓർത്ത് വെക്കുക. മകള് എന്ന് പറയുന്ന ആൾ നീസും മകൻ എന്ന് പറയുന്ന ആൾ നെഫ്യൂ ആണ്. ആ ഒരു കാര്യം മറക്കാതിരിക്കുക. ഓക്കെ ആണല്ലോ? സിബ്ലിങ്ങിന്റെ ചൈൽഡ് എന്ന് പറയുമ്പോൾ അവിടെ ജെൻഡർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സിബ്ലിങ്ങിന്റെ ചൈൽഡ് നീസുമാകാം നെഫ്യൂമാകാം. പക്ഷേ സിബ്ലിങ്ങിന്റെ ഡോട്ടർ എന്ന് പറയുന്ന ആൾ നീസ് മാത്രമേ ആകത്തുള്ളൂ. സിബ്ലിങ്ങിന്റെ സൺ എന്ന് പറയുന്ന ആൾ നെഫ്യൂ മാത്രമേ ആകത്തുള്ളൂ. അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അതേപോലെ ഇത് തിരിച്ച് പറയുമ്പോൾ പേരൻറ്റിൻ്റെ മെയിൽ സിബ്ലിംഗ് എപ്പോഴും അങ്കിളാണ്. പേരൻറ്റിൻ്റെ മെയിൽ സിബ്ലിംഗ് എപ്പോഴും എന്താണ്? അങ്കിളാണ്. പേരൻറ്റിൻ്റെ ഫീമെയിൽ സിബ്ലിംഗ് എന്ന് പറയുന്ന ഓണ്ട് അല്ലെങ്കിൽ ആൻറ്റി എന്ന് പറയും. ശ്രദ്ധിക്കണം, അവിടെ പേരൻ്റ് എന്ന് പറയുന്ന അച്ഛനാകാം അമ്മയാവാം. അച്ഛൻ്റെ സഹോദരനെ നമ്മൾ ഈ മലയാളത്തിൽ പറയുമ്പോൾ വല്യച്ഛൻ കൊച്ചച്ഛൻ എന്നൊക്കെ പറയുന്ന ഒരു കേസുണ്ട്. പക്ഷേ ഇവിടെ അതില്ല. നമ്മൾ അച്ഛൻ്റെ സഹോദരനെ അങ്കിളായിട്ട് തന്നെയാണ് കാണുന്നത്. അമ്മയുടെ സഹോദരനെയും ആരായിട്ടാണ് കാണുന്നത്? അങ്കിളായിട്ടാണ് കാണുന്നത്. ഇനി അല്ലെങ്കിൽ പറയുന്നത്. ഇനി അതേപോലെ തന്നെ അച്ഛൻ്റെ സഹോദരി എന്ന് പറയുന്ന ഓണ്ട് അല്ലെങ്കിൽ ആൻറ്റി എന്ന് പറയും. അതേപോലെ തന്നെ അമ്മയുടെ സഹോദരിയും എന്താണ്? ഓണ്ട് അല്ലെങ്കിൽ ആൻറ്റി എന്ന് പറയും. അത് ഓർക്കുക. അപ്പോൾ പേരൻറ്റിൻ്റെ മെയിൽ സിബ്ലിംഗ് അങ്കിളും പേരൻറ്റിൻ്റെ ഫീമെയിൽ സിബ്ലിംഗ് എന്ന് പറയുന്ന ആരാണ്? ആൻറ്റിയുമാണ്. ഓർക്കുക കേട്ടോ. ദെൻ അതേപോലെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മളുടെ ക്ലാസ്സിൻ്റെ കാര്യം നമ്മൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം ബേസ് ക്ലാസ്, പിന്നെ സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ, പിന്നെ സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ സൂപ്പർ ബാച്ച് വരുന്നു, പിന്നെ അതേപോലെ തന്നെ റിപ്പ്, പിന്നെ മോക്ക് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ പഠിത്തത്തിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യുന്നു? ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കുറേ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബേസ് ക്ലാസ്സിൽ കൂടാതെ തന്നെ കുറേ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. പിന്നെ എപ്പോഴും നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് ഇവിടെ ഉണ്ടാവും. ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റികളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അത് മെയിൻലി ഓഫ്ലൈനിൻ്റെ കേസാണ്. പിന്നെ അത് മാത്രമല്ല ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ട്? കംപ്ലീറ്റ്, അതായത് മെൻറ്റർ സപ്പോർട്ട് പൂർണ്ണമായിട്ടും നിങ്ങളുണ്ട്. മെൻറ്റർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മെൻറ്റർ സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മളുടെ കൂടെ ഒരു അധ്യാപകനെ പോലെ അല്ലെങ്കിൽ ഒരു അധ്യാപികയെ പോലെ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ഒരാൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ അത് അത്രയും ഫെസിലിറ്റികൾ നമുക്കിവിടെ നൽകുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടും പക്കയായിട്ടാണ് പോകുന്നത്. ഒരിക്കലും ഒരു അലസത വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കില്ല കേട്ടോ. ഒരു അലസത പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഉയർന്നു വരേണ്ട എന്നുള്ള രീതിയിലല്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എങ്ങനെയാണോ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരാൾ പറയുമോ എനിക്ക് മാത്സ് പാടാണ്, അപ്പോൾ നിങ്ങൾക്ക് അതിന് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിട്ട് നിങ്ങൾക്ക് കൂടുതൽ
സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് ബാച്ചിലൂടെ കാണാം. അപ്പോൾ പിന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ അല്ലെങ്കിൽ ഓഫ്ലൈൻ ബാച്ചിലാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ 7845730249 കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഓൺലൈൻ ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ 7845792238 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, എന്തായാലും നമുക്ക് ബാച്ചിലൂടെ കാണാം. അപ്പം എന്തായാലും മറക്കണ്ട, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? പോയിന്റിങ് ടുവേഡ്സ് വാമൻ. വമൻ അല്ലെങ്കിൽ വാമൻ, ഇത് വുമൺ എന്ന് വായിക്കരുത്. ഓക്കെ ആണല്ലോ, ഒരു വ്യക്തിയുടെ പേരായിട്ടാണ്. ഇതൊരു തവണ ഇത് ഇപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയറിലൊക്കെ നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി നോക്കി, എന്നിട്ട് മാധവ് പറഞ്ഞു എന്താണ്? ഐ ആം ദ ഒൺലി സൺ ഓഫ് ഹിസ് ഫാദേഴ്സ് വൺ ഓഫ് ദ സൺ. ഈ വാമൻ എന്ന് പറയുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് മാധവ് പറഞ്ഞു ഐ ആം ദ ഒൺലി സൺ. ആര്? മാധവ് എന്ന് പറയുന്നത് ഒൺലി സൺ ആണ്. ഓഫ് ഹിസ് ഫാദേഴ്സ് വൺ ഓഫ് ദ സൺ. അപ്പം നോക്കിയേ, നമുക്ക് ആരെ എടുക്കാം? വാമൻ എന്ന് പറയുന്ന വ്യക്തിയെ എടുക്കാം. ഈ വാമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ്റെ വൺ ഓഫ് ദ സൺ എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ വാമനും ആകാം, അദ്ദേഹത്തിൻ്റെ എന്തുമാകാം? ബ്രദറുമാകാം. അവിടെ കൺഫേം ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവിടെ എന്ത് ചെയ്തിട്ടില്ല? കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ താഴെയുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? മാധവ് എന്ന് പറയുന്ന ആൾ. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വാമൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അച്ഛൻ ആരുടെ? മാധവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ്. മാധവിൻ്റെ ആരാണ്? ഗ്രാൻഡ് ഫാദർ ആണ് എന്നുള്ള കാര്യം കൺഫേം ആണ്. കാരണം ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ ഏത് മകൻ്റെ മകനാണ് മാധവ് എന്നിവിടെ പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ചോദ്യം എന്താണ്? ഹൗ വാമൻ ഈസ് റിലേറ്റഡ് ടു മാധവ്. മാധവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇദ്ദേഹത്തിനെ എങ്ങനെ പറയാം? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നെഫ്യൂ ആണോ? അല്ല. സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ പുത്രനാണ് എന്നുള്ള കാര്യം ഇവിടെ കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് നെഫ്യൂ അല്ല. അങ്കിൾ ആണോ? മേ ബി അങ്കിൾ ആകാം. അങ്കിൾ ആവുകയാണെങ്കിൽ അച്ഛനും ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? ഈ വാമൻ എന്ന് പറയുന്ന ആളുടെ അച്ഛൻ്റെ ഒന്നിൽ കൂടുതൽ ആൺമക്കൾ അവിടെ ഉണ്ട്. അവിടെ വൺ ഓഫ് ദ സൺ എന്നാ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അതിനകത്തെ ഒരാളുടെയാണ്. അപ്പോൾ അവിടെ കൺഫേം ചെയ്ത് പറഞ്ഞില്ല. അപ്പോൾ അതും പറ്റത്തില്ല, ഫാദറായിട്ടും പറ്റത്തില്ല. പക്ഷേ ഇവിടെ വേറൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഏതാണ്? ഐദർ ഫാദർ ഓർ അങ്കിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഏത് ചൂസ് ചെയ്യാം? ഒന്നെങ്കിൽ അച്ഛനാണ് അല്ലെങ്കിൽ അങ്കിളാണ് എന്നത് തന്നെയാണ് ആൻസർ. ഇതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഏതിലേക്ക് പോകാമായിരുന്നു? ഓപ്ഷനിൽ മറ്റൊരു സാധനം അവിടെ ഉണ്ടാവുമായിരുന്നു. ക്യാനോട്ട് ബി ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ ക്യാനോട്ട് സേ എന്ന് പറയുന്ന ഒരു ആൻസർ അവിടെ ഉണ്ടാവും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ എന്തുകൊണ്ടാണ് ഐദർ ഫാദർ ഓർ അങ്കിൾ എന്ന് പറഞ്ഞാൽ അച്ഛനും ആകാം ഫാദറും ആകാവുന്ന ഒരു കേസ് ആയതുകൊണ്ടാണ് നൺ ഓഫ് ദിസിലേക്ക് വരാഞ്ഞത്. ഇനി ഈ ഓപ്ഷനകത്ത് ഈ ഐദർ ഫാദർ ഓർ അങ്കിൾ എന്നതിന് പകരം കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്നാണെങ്കിൽ അതും ആൻസർ ആവുന്നതാണ്. കാരണം എന്താണ്? അവിടെ ഡേറ്റ ഇൻസഫിഷ്യൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ആരുടെ മകനാണ് മാധവ് എന്നുള്ളതിനകത്ത് കൺഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ട് അവിടെ ഡേറ്റ ഇൻസഫിഷ്യൻ്റ് എന്നുള്ള കാര്യം പറയാം. ഈ വാമൻ റിലേറ്റഡ് ടു മാധവ് എന്ന രീതിയിൽ എടുക്കുമ്പോഴാണ്. ഓക്കെ ആണല്ലോ. ഇനി വാമൻ്റെ ഫാദർ മാധവിൻ്റെ ആരാന്ന് ചോദിച്ചാൽ അത് ഗ്രാൻഡ് ഫാദറാണ്. അന്നേരം ഏത് വരത്തില്ല? ഐദർന്നോ നൈദർന്നോ പിന്നെ അതേപോലെ തന്നെ ക്യാനോട്ട് ബി ഡിറ്റർമിൻഡ് എന്ന് ആ ഒരു രീതിയിൽ വരത്തില്ല. അപ്പോൾ അത് ഏതായാലും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് ഏതായാലും ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ നോക്കി? പോയിന്റിങ് ടു എ ജെന്റിൽമാൻ ദീപക് സെഡ്. ഒരു ജെന്റിൽമാനെ കണ്ടുകൊണ്ട് ദീപക് പറഞ്ഞു എന്താണ്? ഹിസ് ഓൺലി ബ്രദർ. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ബ്രദർ. അപ്പം ആ ഒരു ജെന്റിൽമാൻ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ബ്രദർ. അദ്ദേഹത്തിൻ്റെ എന്താണ്? ഒരേ ഒരു ബ്രദർ എന്ന് പറയുന്ന ആള് ആര്? ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. അതായത് ദീപക്കിൻ്റെ മകളുടെ
അച്ഛൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദീപകിൻ്റെ മകളുടെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നോക്കിയേ, ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. അപ്പോൾ ഇതാരാണ്? ദീപക് തന്നെയാണ്. ഏത്? ഈ ജെന്റിൽമാൻ്റെ ബ്രദർ എന്ന് പറയുന്ന ആൾ. ദീപക് തന്നെയാണ് ആ ജെന്റിൽമാൻ്റെ ആരെന്ന് പറയുന്ന ആള്? ബ്രദർ എന്ന് പറയുന്ന ആൾ ആണല്ലോ. ഓക്കെ ആണല്ലോ. അങ്ങനെ വരുമോ? ഒന്ന് ചിന്തിച്ചേ. അങ്ങനെ വരുമോ? ഒന്ന് ചിന്തിച്ച് ഒന്നോടൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ ഒരു രീതിയിലാണോ? ജെന്റിൽമാൻ്റെ ഒരേ ഒരു ബ്രദർ ആരാണ്? ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ ആണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചേ. ദീപകിൻ്റെ അച്ഛൻ്റെ അച്ഛനാണ്. അവിടെയാണ് നമുക്ക് തിരിഞ്ഞു പോയത് കേട്ടോ. അവിടെയാണ് തിരിഞ്ഞു പോയത്. അപ്പോൾ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. അത് ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. തർക്കം വേണ്ട. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നോക്കി ആ ഒരു ഒരു മിനിറ്റ്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് പറയാം. ആ ജെന്റിൽമാനെ സംബന്ധിച്ചിട്ടാണ്. ആ ജെന്റിൽമാൻ്റെ ആര്? ബ്രദർ എന്ന് പറയുന്ന ആള് ആരാണ്? ദീപകിൻ്റെ മകളുടെ മൈ ഡോട്ടറായി ഡോട്ടറിൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് ആരെന്ന് പറയുന്നത്? ഈ വ്യക്തി. അവിടെ ഒരു തലമുറയും കൂടെ വന്നു. നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞപ്പോൾ ആ ഒരു തലമുറ വന്നില്ല. എന്താണ് നിങ്ങളുടെ ഒരു റെസ്പോൺസ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിർത്തിയത്. അപ്പോൾ നോക്കിയേ, ദീപകിൻ്റെ അച്ഛനും ഈ ജെന്റിൽമാൻ്റെ സഹോദരനും ഒരാളാണ്. ദീപകിൻ്റെ അച്ഛനും ജെന്റിൽമാൻ്റെ സഹോദരനും ആരാണ്? ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ അതൊന്ന് നോക്കി. അങ്ങനെ വരുമ്പോൾ ആരാണ്? ഹൗ ദ ജെന്റിൽമാൻ റിലേറ്റഡ് ടു ദീപക്. ദീപകിൻ്റെ ആരാണ് ആ ജെന്റിൽമാൻ? ദീപകിൻ്റെ അച്ഛൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ അതാരായിട്ട് മാറും? ദീപകിൻ്റെ അങ്കിളായിട്ട് മാറും അല്ലേ. ദീപകിൻ്റെ അച്ഛൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ അതാരായിട്ട് മാറും? ദീപകിൻ്റെ അച്ഛനായിട്ട് മാറും. ഓക്കെ അല്ലേ. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നുകൂടെ നോക്കിയേ. പോയിന്റിങ് ടുവേഴ്സ് നീരു, ആശ സെഡ്, ഐ ആം ദ ഒൺലി ഡോട്ടർ ഓഫ് ഹെർ മദേഴ്സ് സൺ. ഐ ആം ദ ഒൺലി ഡോട്ടർ ഓഫ് ഹെർ മദേഴ്സ് സൺ എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അല്ലേ. ഐ ആം ദ ഒൺലി ഡോട്ടർ ഓഫ് ഹെർ മദേഴ്സ് സൺ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാൽ, അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഏത് വരുമെന്ന്. അപ്പോൾ നീരുവിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. ആര്? ആശയാണ് പറയുന്നത്. എന്ത് പറഞ്ഞു? ആശ ഐ ആം ദ ഒൺലി ഡോട്ടർ. ഓക്കെ, ഐ ആം ദ ഒൺലി. അപ്പോൾ ആശ എന്ന് പറയുന്ന ആളാണ് ആര്? ഒൺലി ഡോട്ടർ ആണല്ലേ. അപ്പം ഡോട്ടർ ഓഫ് ഹെർ മദേഴ്സ് സൺ. ആരുടെ? നീരുവിൻ്റെ അമ്മയുടെ, ഹെർ മദേഴ്സ് മകൻ്റെ മകളാണ്. ആര്? ആശ. നീരുവിൻ്റെ അമ്മയുടെ മകൻ്റെ മകളാണ് ആരെന്ന് പറയുന്നത്? ആശ. ഓക്കെ ആണല്ലോ. അപ്പം നോക്കിയേ, നീരുവിൻ്റെ അമ്മയുടെ മകൻ്റെ മകളാണ് ആരെന്ന് പറയുന്നത്? ആശ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയേ, ഹൗ നീരു റിലേറ്റഡ് ടു ആശ. നീരു അപ്പോൾ ആരായിട്ട് മാറും? ആശയുടെ അമ്മയുടെ സഹോദരി ആരാണ്? ആൻറ്റിയാണ്. അപ്പോൾ നോക്കിയേ, ആശയുടെ അമ്മയുടെ സഹോദരിയാണ് ആരെന്ന് പറയുന്നത്? നീരു എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അടുത്തത്, ഇഫ് നേഹ സേസ് അമൃതാസ് ഫാദർ രാജ്, അമൃതയുടെ ഫാദർ രാജ് ഈസ് ദ ഒൺലി സൺ ഓഫ് മൈ ഫാദർ ഇൻ ലോ. ഓക്കെ മഹേഷ്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? നേഹ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അമൃതയുടെ അച്ഛൻ രാജ്, എന്ന് പറയുന്ന ആള്, അപ്പോൾ ഇവിടെ രാജ് എന്തായി? പ്ലസ് ആയി. ഓക്കെ, ഈസ് ദ ഒൺലി സൺ ഓഫ് മൈ ഫാദർ ഇൻ ലോ.
എൻ്റെ ഫാദർ ഇൻ ലോ മനീഷിൻ്റെ ഒരേ ഒരു മകനാണ്. അപ്പോൾ നോക്കിയേടെ, ഈ ആരുടെയാണ്? നേഹയുടെ ഫാദർ ഇൻ ലോയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ അതാരാണ്? നേഹയുടെ ഹസ്ബൻഡാണ്. അതാരാണ്? നേഹയുടെ ഹസ്ബൻഡാണ്. ക്ലിയർ ആണല്ലോ? അതാര് വരും? നേഹയുടെ ഹസ്ബൻഡ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? then how ബിന്ദു who is the sister of അമൃത. അവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ? റിലേറ്റഡ് ടു മഹേഷിനെ സംബന്ധിച്ചിട്ടാണ് പറയാം. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കി നോക്കിയേ. ഹൗ ബിന്ദു എന്ന് പറയുന്ന ആളാരാണ്? സിസ്റ്റർ ഓഫ് അമൃത. അമൃതയുടെ സിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്? ബിന്ദു എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ വ്യക്തി മഹേഷ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? നേഹയുടെ അമ്മായിയച്ഛനാണ് ആരെന്ന് പറയുന്നത്? മഹേഷ്. നേഹയുടെ അമ്മായിയച്ഛനാണ് ആരെന്ന് പറയുന്നത്? മഹേഷ്. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന ഈ രാജ് ആരാണ്? ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന ആളല്ലേ രാജ്? കാരണം നേഹയുടെ അമ്മായിയച്ഛൻ്റെ ഒരേ ഒരു മകനാണ് ആര്? രാജ്. അപ്പോൾ രാജ് ഇവിടെ വന്നു. രാജിൻ്റെ മക്കളാണ് ആരൊക്കെ? ഒന്ന് അമൃതയും പിന്നെ അതേപോലെ തന്നെ ആരും? ബിന്ദു. ഒന്ന് അമൃതയും പിന്നെ ആര്? ബിന്ദുവും. ചോദ്യം എന്താണ്? മഹേഷ് ബിന്ദു ഈസ് റിലേറ്റഡ് ടു മഹേഷാണ്. ആരായിട്ട് വരും ഇവിടെ? ആരായിട്ട് വരും? ഗ്രാൻഡ് ഡോട്ടർ ആണല്ലേ? ശ്രദ്ധിച്ചേ, ബിന്ദു എന്ന് പറയുന്ന ആള് മഹേഷിന്റെ ആരാണ്? ഗ്രാൻഡ് ഡോട്ടർ ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും? ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയും. പക്ഷേ ഇവിടെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്ന ഒരു ആൻസർ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ ഏതിലേക്ക് എത്താം? നൺ ഓഫ് ദിസിലേക്ക് എത്താം. ആൻസർ ഏതിലേക്ക് എത്താം? നൺ ഓഫ് ദിസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. റിലേറ്റഡ് ടു ആരാണോ പറയുന്നത് ആ വ്യക്തിയിൽ നിന്ന് വേണം മറ്റേയാളെ നോക്കാൻ. ഓക്കെ ആണല്ലോ? ഹൗ ബിന്ദു ഹൂ ഈസ് ദ സിസ്റ്റർ ഓഫ് അമൃത ഈസ് റിലേറ്റഡ് ടു മഹേഷ് എന്ന് പറയുമ്പോൾ മഹേഷിൽ വന്നിട്ട് ആരിലേക്ക് നോക്കുക? ബിന്ദുവിലേക്ക് നോക്കാം. മഹേഷിൽ വന്നിട്ട് ആരിലേക്ക് നോക്കണം? ബിന്ദുവിലേക്ക് നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആരെ കേന്ദ്രീകരിച്ച് പറയുന്നു അവിടെ വേണം പ്രാധാന്യം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നേരെ വന്നപ്പോൾ ഡോട്ടറാണ്. ഏത് ഡോട്ടറാണ്? ഗ്രാൻഡ് ഡോട്ടറാണ്. കാരണം ഇടയ്ക്ക് ഒരു ജനറേഷൻ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതായാലും ഓർത്ത് വെക്കുക. അപ്പം ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പം ഏതായാലും മറക്കരുത്, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരൊറ്റ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ബ്ലഡ് റിലേഷനിനകത്തെ തന്നെ പോയിന്റിങ് ടു എ പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത്. എങ്കിലേ നമ്മളുടെ കറക്റ്റുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം സുബിൻ സുബകൻ.